അയോധ്യയെ സമ്പൂർണ്ണ ആത്മീയ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഉത്തർപ്രദേശ് സർക്കാർ കൈക്കൊണ്ട ഏറ്റവും പുതിയ തീരുമാനം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അയോധ്യ ക്ഷേത്ര പരിസരത്തും ഐതിഹാസിക പാഞ്ച്കോസി പരിക്രമ യാത്ര കടന്നുപോകുന്ന വഴിയിലും മാംസാഹാരത്തിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. പ്രദേശത്തെ മതപരവും സാംസ്കാരികവുമായ ശുദ്ധി നിലനിർത്തുക എന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ക്ഷേത്ര നഗരിയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ ഭക്ഷണ രീതികളിൽ നിയന്ത്രണം അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. നേരത്തെ തന്നെ അയോധ്യയിലെ കടകളിലും ഹോട്ടലുകളിലും മാംസാഹാരം വിൽക്കുന്നതിന് കർശന വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഓൺലൈൻ ഭക്ഷ്യ വിതരണ ആപ്പുകൾ വഴി മാംസാഹാരം ലഭ്യമാകുന്നത് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇപ്പോൾ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുന്നത്. സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രദേശത്ത് മാംസാഹാരം വിൽക്കുന്നതിനും എത്തിക്കുന്നതിനും അധികൃതർ കർശന വിലക്ക് ഏർപ്പെടുത്തി. ഇതോടെ അയോധ്യയിലെ നിശ്ചിത മേഖലകളിൽ ആപ്പുകൾ വഴി നോൺ വെജ് ഓർഡർ ചെയ്യാൻ സാധിക്കില്ല. ഹോട്ടലുകൾക്കും കടകൾക്കും പുറമെ ഗസ്റ്റ് ഹൗസുകളിലും ഹോം സ്റ്റേകളിലും മാംസാഹാരം വിളമ്പുന്നതിനും വിലക്ക് ബാധകമാണ്. വിനോദസഞ്ചാരികളും തീർത്ഥാടകരും താമസിക്കുന്ന ഇടങ്ങളിൽ മാംസവിഭവങ്ങൾ പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും കുറ്റകരമായി കണക്കാക്കും. നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രദേശത്ത് പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും പരിശോധന നടത്തും. പ്രദേശവാസികളിൽ നിന്നും ഭക്തരിൽ നിന്നും ലഭിച്ച തുടർച്ചയായ പരാതികളെ തുടർന്നാണ് ഈ കടുത്ത നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഓൺലൈൻ വഴിയുള്ള മാംസാഹാര വിതരണം അയോധ്യയുടെ ആത്മീയ അന്തരീക്ഷത്തിന് വിരുദ്ധമാണെന്ന് പരാതിയിൽ പറയുന്നു. വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ ഓൺലൈൻ ആപ്പുകൾ ഉപയോഗിച്ച് മാംസാഹാരം വരുത്തുന്നത് തങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നാണ് ഒരു വിഭാഗം നാട്ടുകാരുടെ വാദം. ഭക്തർ നടന്നു പോകുന്ന വീതികളിലൂടെ മാംസാഹാരം എത്തിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. നിയന്ത്രണം സംബന്ധിച്ച് എല്ലാ ഓൺലൈൻ ഭക്ഷണ വിതരണ ആപ്പുകൾക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന അസിസ്റ്റന്റ് ഫുഡ് ഇൻസ്പെക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. അയോധ്യയിലെ 84 കോസി പരിക്രമ പാതയിലെ എല്ലാ മദ്യ വിൽപ്പനശാലകളും നേരത്തെ തന്നെ സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭക്ഷണ കാര്യത്തിലും കർശനമായ നിയന്ത്രണങ്ങൾ വരുന്നത്. ശ്രീരാമന്റെ ജന്മഭൂമിയായ അയോധ്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രമാക്കി വികസിപ്പിക്കാനാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ഇത്തരം നയപരമായ മാറ്റങ്ങളും കൊണ്ടുവരികയാണ്. അയോധ്യയ്ക്ക് സമാനമായ തീരുമാനം നേരത്തെ പഞ്ചാബ് സർക്കാരും കൈക്കൊണ്ടിരുന്നു. സിഖ് മതസ്ഥരുടെ പവിത്ര കേന്ദ്രമായ അമൃത്സറിലെ സുവർണ ക്ഷേത്ര പരിസരത്താണ് നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം പൂർണ്ണമായും പുണ്യനഗരിയായി പ്രഖ്യാപിച്ചാണ് പഞ്ചാബ് സർക്കാർ ഉത്തരവിറക്കിയത്. ഇവിടെ ഇറച്ചിയും മീനും വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഭക്ഷണത്തിന് പുറമെ മദ്യം, പുകയില, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയ്ക്കും അമൃത്സറിലെ പുണ്യനഗരി പരിധിയിൽ നിരോധനമുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഇത്തരം നടപടികൾ അത്യാവശ്യമാണെന്നാണ് ഇരു സർക്കാരുകളുടെയും വാദം. എന്നാൽ ഭക്ഷണത്തിനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം നിരോധനങ്ങളെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ ആക്ഷേപമുണ്ട്. വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരമുള്ള രാജ്യത്ത് ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അയോധ്യയിലെ മാംസാഹാര നിരോധനം വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പരിക്രമ പാതയിലുടനീളം വെജിറ്റേറിയൻ ഭക്ഷണശാലകൾക്ക് മാത്രമായിരിക്കും ഇനി അനുമതി നൽകുക. വിനോദസഞ്ചാര മേഖലയെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്കിലും ഭൂരിഭാഗം ഭക്തരും സർക്കാരിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായാണ് സൂചന. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ അയോധ്യയിലെ ഓരോ വാർഡുകളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്താൻ ജനകീയ പങ്കാളിത്തവും അധികൃതർ തേടിയിട്ടുണ്ട്. ആത്മീയ വിനോദസഞ്ചാരത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വരും കാലങ്ങളിൽ രാജ്യത്തെ മറ്റ് പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സമാനമായ ശുദ്ധി പദ്ധതികൾ നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ട്.